വീണ്ടും സൂപ്പർ 60യിലേക്ക്. കാസർഗോഡ് തലക്ലായിയിൽ ഒരു കൂട്ടായ്മ നടന്നു. കൂട്ടായ്മയുടെ പേര് രസം എന്നായിരുന്നു. ചക്കക്കറിയും കട്ടൻ ചായയും വിളമ്പിയതായിരുന്നു ആ കൂട്ടായ്മയുടെ ഒരു രസം. ഒരു പ്രദേശം മുഴുവൻ ചക്കക്കറിയും കഴിച്ച് കട്ടനും കുടിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു രസം അല്ലേ? രണ്ടാഴ്ച മുമ്പേ ഞങ്ങൾ ഒരു വനിതാ വേദി കമ്മിറ്റി ഉണ്ട് ജ്വാല ലൈബ്രറിയുടെ പേരിൽ. അപ്പം ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് നല്ല ഉശിരം പ്രവർത്തകരാണ് അതിലുള്ളത്, ഇതായി കാണുന്നതെല്ലാം. അപ്പം പിന്നെ ഒരു ചെറിയൊരു മഴ വരുമ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയത്. അപ്പോൾ ആ മീറ്റിംഗ് കൂടുമ്പോൾ അതിലൊരു അഭിപ്രായം വന്നു, ചക്കക്കറി വെച്ചിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കുടിക്കായിരുന്നു പറഞ്ഞു, ചക്കക്കറി തിന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എത്തിയത് ഒരു പിന്നെ ചക്കക്കറിയും ഒരു കട്ടൻ ചായ എല്ലാം ആക്കിയിട്ട് നമുക്കൊരു പരിപാടി, വലിയ പരിപാടി ആക്കണമെന്ന്. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരും ഒത്തുകൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വർത്താനം പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും അങ്ങനെ വന്നിട്ട് ഇന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾ ചക്ക പറിക്കുന്ന പറഞ്ഞാൽ കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് ചക്ക ഒരു ജാതി പറിച്ചിട്ട് തന്നെ. എന്നിട്ട് ആടുന്ന് വന്നിട്ട് പിന്നെ എല്ലാവരും ചോറും വെച്ചിട്ട് വന്നിട്ടാണ് ഈ പരിപാടിക്ക് തുടങ്ങിയത്. ചക്ക പപ്പടാക്കും. ചക്ക എണ്ണയിലിട്ടിട്ട് ഈർന്നിട്ട് എണ്ണയിലിട്ടിട്ട് വറുക്കും. പിന്നെ ഉപ്പിലിടും. ഭരണിയിൽ ചോളം അങ്ങനെ ഉപ്പും കൂട്ടിയിട്ട് ഭരണിയിലിടും. ഇപ്പോൾ അങ്ങനെ ഒന്നും ആക്കുന്നില്ല. ഇപ്പം അതിക്ക് വേണ്ട അങ്ങനെ ആക്കിയാൽ. പിന്നെ എന്തിനാക്കുന്നേ? ചക്ക കൂട്ടം വെച്ചാലല്ലേ കുഞ്ഞൊക്കൊന്നും വേണ്ട. പിന്നെ അങ്ങനെ മൂട ചൂടും അപ്പം ചൂടും എല്ലാക്കും. വറുക്കും എണ്ണയിൽ എല്ലാക്കും. പിന്നെ ഈ ചക്കേനെ പറ്റി പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചക്ക വേണ്ട. അപ്പം അവർക്ക് വേണ്ടത് ഇപ്പോൾ കോഴിയും മീനും പിന്നെ മിച്ചറും ബേക്കറി സാധനവും അങ്ങനത്തതേ തിന്നും. അപ്പോൾ ഈ ചക്ക കൊണ്ട് എന്തെല്ലാം പ്രയോജനം ഉണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തിന്നാൻ കുറച്ച് മടി. അപ്പോൾ എല്ലാവരും ചക്ക തീറ്റിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. കാലത്ത് അന്യം നിന്ന് പോകുന്ന ഒരു വിഷയമാണ് ചക്കക്കറി. ചക്കക്കറി എന്ന് പറഞ്ഞാൽ വേണ്ടിയും വേണ്ട ഇപ്പോഴത്തെ കുട്ടികൾക്ക്. എന്തെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുള്ളൂ. ചക്ക സൂപ്പർ ആക്കിയത് കുറേ ആൾ കൂടി ആക്കിന്. ക്ലബിലെല്ലാവരോടും എന്നെ വിളിക്കുന്നുണ്ട്. നല്ല ഫ്രണ്ടാണ് വീട്ടിൽ മൊത്തം. ഇത്രയും ഉണ്ടായില്ല. കൊള്ളാം, നല്ല വേണ്ട, കൊള്ളാട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. ചക്കക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറക്ക് ചക്കക്കറിയുടെ ടേസ്റ്റ് എങ്ങനെയെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അവരിപ്പം വീട്ടിൽ വെച്ച് കൊടുത്താൽ അവർ കഴിക്കില്ല. അപ്പം ഈ കൂട്ടായ്മയിലൂടെ വന്നിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുന്നുണ്ട്.